കലാപരമായ മേന്മയും ഗുണനിലവാരവുമുള്ള സിനിമകൾക്ക് തിയേറ്ററുകളിൽ സ്വീകാര്യത തിരികെ വരുന്നതിൻ്റെ സൂചനയായിരുന്നു ക്രൈം നമ്പർ 89, അസ്തമയം വരെ എന്നീ സിനിമകൾക്ക് കിട്ടിയ കയ്യടി. ഈ ഗണത്തിലേക്ക് പോയ വാരം എത്തിയ ചിത്രമാണ് കന്യക ടാക്കീസ്. പച്ചയായ ജീവിതവും കനപ്പെട്ട സാമൂഹ്യ നിരീക്ഷണങ്ങളും പ്രതിഫലിക്കുന്ന രചനകളിലൂടെ ശ്രദ്ധേയനായ യുവകഥാകൃത്ത് PV ഷാജികുമാറിൻ്റെ ചെറുകഥയുടെ ദൃശ്യാവതരണമാണ് കന്യക ടാക്കീസ്. വൈകിട്ട് 6 മണിക്കാണ് ഷോ തുടങ്ങുന്നത്. ടിക്കറ്റ് ഇല്ല. കന്യയുടെ അവസാനത്തെ കളി. ലൈംഗികതയിലെ പാപസങ്കല്പം, ആത്മീയതയിലെ പുണ്യപാപയുക്തി, സ്ഥാപനവൽക്കരിക്കപ്പെടുന്ന മതം, ലൈംഗിക തൃഷ്ണകൾക്കും മതനിയന്ത്രണങ്ങൾക്കുമിടയിലെ മനുഷ്യ നിസ്സഹായത, ഇങ്ങനെ കാലിക തീവ്രതയുള്ള വിഷയത്തിനൊപ്പമാണ് കന്യക ടാക്കീസ് കഥ പറയുന്നത്. കലാപരതയിലൂന്നിയുള്ള ചിത്രങ്ങളിൽ ദൃശ്യ സാങ്കേതിക മികവ് പേരിന് മാത്രം പരിഗണനയാകുമ്പോൾ കന്യക ടാക്കീസ് സിനിമയെന്ന മാധ്യമത്തിൻ്റെ സമഗ്ര ഭംഗിയിലാണ് ആസ്വാദന അനുഭവമാകുന്നത്. KR മനോജ് എന്ന നവാഗതന്റെ ഗാംഭീര്യമുള്ള സംവിധായക അരങ്ങേറ്റവുമാണ് ഈ ചിത്രം. എയും ബിയും സിയും ഒന്നുമില്ല. സിനിമ അങ്ങ് ആകാശത്ത് വരും. കാശുള്ളവൻ അത് തിയേറ്ററിൽ കളിക്കും, കാശ് വരും. G stands for grace. God's grace. തെക്ക് നിന്ന് വരവ്, അതും സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തിയതിനു ശേഷം. വന്ന കാര്യം കടുപ്പമാണ്. അതെ, കടുപ്പമാണ്. ആസ്വാദന സമഗ്രതയിൽ വിയോജിപ്പുകളേറുമെങ്കിലും ചരിത്രത്തിൽ നിന്ന് മനഃപൂർവ്വം മറച്ചുപിടിച്ചൊരു യാഥാർത്ഥ്യത്തെയും കാലാതീത ആകുലതകളെയും ഗൗരവത്തോടെ സമീപിക്കുന്നുണ്ട് കന്യക ടാക്കീസ്. സിൽക്ക് സ്മിതയും ഷക്കീലയും മൃദുരതി ചിത്രങ്ങളിലൂടെയും ഉടലഴകിലെ മാദകത്തിനൊപ്പവും നിലനിർത്തിയ ചലച്ചിത്ര വ്യവസായം കൂടിയാണ് മലയാള സിനിമയെന്ന ഓർമ്മപ്പെടുത്തൽ. രാജ്യാന്തര പ്രശസ്തിയിലെത്തിയ സിനിമകളുടെ പേരിനൊപ്പം മാത്രം മലയാള ചലച്ചിത്ര മേഖലയെ അടയാളപ്പെടുത്തുമ്പോൾ മറവിയിലേക്ക് മനഃപൂർവ്വം അകറ്റുന്നത് ആസക്തി വിനിമയങ്ങളുടെ ഒളിസങ്കേതമായിരുന്ന സോഫ്റ്റ് പോൺ തിയേറ്ററുകളെയും സിനിമകളെയുമാണ്. ബി ഗ്രേഡ് സിനിമകളുടെ തിയേറ്ററുകൾ കല്യാണ മണ്ഡപങ്ങളായും പള്ളികളായും ആത്മീയ കേന്ദ്രങ്ങളായും മുഖം മാറിയ കാലത്തോട് ചിലത് വിളിച്ചു പറയുന്നുണ്ട് കന്യക ടാക്കീസ്. സിനിമയുടെ മൂലധനാധികാരം പെൺശരീരത്തെ ചൂഷണം ചെയ്ത് വിപണി കണ്ടെത്തിയ കാലത്തേക്കുള്ള തിരിഞ്ഞു നടത്തം കൂടിയാണ് ഈ സിനിമ. പടങ്ങൾ മാത്രം പ്രദർശിപ്പിക്കുന്ന തിയേറ്റർ പള്ളിയായി രൂപാന്തരപ്പെടുമ്പോഴും മൃദുരതി ചിത്രങ്ങളിൽ നിന്ന് മൊബൈൽ ഫോൺ ക്ലിപ്പുകളിലേക്ക് കാലം മാറുമ്പോഴും സ്ത്രീ ഉപഭോഗ വസ്തുവാകുന്ന സാഹചര്യത്തിനും കാഴ്ചപ്പാടിനും മാറ്റമേതുമില്ലെന്ന് കന്യക ടാക്കീസ് വ്യക്തമാക്കുന്നു. കുയ്യാലി എന്ന അടിവാര ഗ്രാമത്തിൽ നിന്നാണ് ഈ സിനിമ കഥ പറയുന്നത്. കുയ്യാലിയിലെ കന്യക ടാക്കീസ് പടങ്ങൾ മാത്രം ഓടുന്ന തിയേറ്ററായത് പൊടുന്നനെയാണ്. കുടിയേറ്റത്തിലും വിശ്വാസികളുടെ വളർച്ചയിലുമാണ് അത് സംഭവിച്ചത്. രണ്ടാമത്തെ മകൾ കൂടി പ്രണയത്തോടൊപ്പം ഒളിച്ചോടുകയും ഭാര്യ ജീവനൊടുക്കുകയും ചെയ്തതോടെ കന്യക ടാക്കീസ് ഉടമ യാക്കോബ് തിയേറ്റർ പള്ളിക്ക് വിട്ടുകൊടുക്കുകയാണ്. ഒരു ഗ്രാമത്തെ പാപവഴിയിലേക്ക് ആനയിച്ച തിയേറ്ററിൽ നിന്ന് ആത്മീയ പാതയിലേക്കുള്ള പള്ളിയുടെ വരവ്, വിശ്വാസത്തിലെ പുണ്യപാപയുക്തിയെ ലൈംഗികത, സ്ത്രീ, സമൂഹം എന്നിവയ്ക്കൊപ്പം വിശകലന വിധേയമാക്കുകയാണ് സംവിധായകൻ. കുയ്യാലിയിലെ പെൺകുട്ടികളുടെ ഒളിച്ചോട്ടവും ആൺസമൂഹത്തിൻ്റെ ഒളിനോട്ട തൃപ്തിയും രാഷ്ട്രീയ നിലയുറപ്പോടെ കന്യക ടാക്കീസ് പറയുന്നുണ്ട്. ലൈംഗികതയെ സിനിമയുടെയും സമൂഹത്തിൻ്റെയും വ്യക്തിയുടെയും വീക്ഷണ ദിശയിലൂടെ അവതരിപ്പിക്കാനും സംവിധായകൻ ശ്രമിച്ചിരിക്കുന്നു. വ്യക്തികളിലും സമൂഹത്തിലുമുള്ള വൈരുദ്ധ്യങ്ങളുടെ സമന്വയത്തിനൊപ്പമാണ് കന്യക ടാക്കീസിൻ്റെ ആഖ്യാനം. ചില സംവിധാനങ്ങളിൽ അടയ്ക്കപ്പെട്ടവരുടെ ഇരട്ട ജീവിതവും ഇവിടെ കാണാം. തിയേറ്റർ പള്ളിയാക്കിയത് മുതൽ മൈക്കിൾ അച്ഛൻ കേൾക്കുന്നത് രതിചിത്രങ്ങളിലെ ശീൽക്കാരവും പെൺരോദനവുമാണ്. വേദപുസ്തകത്തിലെ വചനവായനയിലും പ്രാർത്ഥനയിലും അത് അയാളെ പിന്തുടരുന്നുമുണ്ട്. ശരീരതൃഷ്ണകളെ പ്രതിരോധിക്കുന്ന പാപബോധത്തെ അച്ഛനിലൂടെയും തിയേറ്ററുകളിലെ കാഴ്ചക്കാരിലൂടെയും സിനിമ വിശദീകരിക്കുന്നു. ആത്മീയത പരിഹാരമാകാത്ത ഉടൽദാഹങ്ങളുടെയും ആസക്തിയുടെയും യാഥാർത്ഥ്യത്തെയും സിനിമ കാട്ടുന്നുണ്ട്. 18+ എന്ന കഥയുടെ സ്വതന്ത്ര ആഖ്യാനത്തിനാണ് സിനിമ ശ്രമിച്ചത്. ഷാജികുമാർ, KR മനോജ്, രഞ്ജിനി എന്നിവരെഴുതിയ തിരക്കഥ കുയ്യാലിയുടെ ചരിത്ര ജീവിത രേഖകളിലൂടെ യാത്ര എന്നതിന് പകരം മലയാളിയുടെ പൊതുസ്വത്വത്തെ തുറന്നറിഞ്ഞു പോകാനാണ് ശ്രമിച്ചത്.
ഒരു ഗ്രാമത്തിൻ്റെ ആത്മീയ സുരക്ഷയുടെ കാവലാളാകാൻ വിധിക്കപ്പെട്ട വൈദികൻ നിലവിളികൾക്കും ശീൽക്കാരങ്ങൾക്കുമിടയിലൂടെ എവിടേക്കും ഒളിച്ചോടാനാകാതെ കുഴങ്ങി നിൽക്കുന്നിടത്തും ലൈംഗികതയിലെ പാപസങ്കല്പം എന്ന പ്രമേയത്തിന് കനം വയ്ക്കുന്നുണ്ട്. ഈ ശബ്ദം കേൾക്കുന്നത് വെളിയിൽ നിന്നാണോ അതോ ഫോർ ഇൻസ്റ്റൻസ് തലയ്ക്കുള്ളിൽ നിന്നാണോ? വെളിയിൽ നിന്നാണ്. അതെ, വെളിയിൽ നിന്നാണ്. ഷഹനാദ് ജലാൽ എന്ന ഛായാഗ്രാഹകൻ്റെ ദൃശ്യപരിചരണ മികവ് കൂടിയാണ് കന്യക ടാക്കീസിൻ്റെ ആകർഷണം. രാജീവൻ അയ്യപ്പൻ്റെ സൗണ്ട് ഡിസൈനിങ്ങും ചിത്രത്തിൻ്റെ ആസ്വാദനത്തിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഫ്ലാഷ് ബാക്കുകളിലേക്കുള്ള ഇൻ്റർകട്ടുകളിലും ആൻസി, അച്ഛൻ, യാക്കോബ് എന്നീ കഥാപാത്രങ്ങളുടെ മനോയാത്രയുമാകുമ്പോൾ ഇടയ്ക്കെവിടെയോ സിനിമ കൈയടക്കമില്ലാതെ പോകുന്നുണ്ട്. നിർബന്ധപൂർവം സങ്കീർണത സൃഷ്ടിക്കപ്പെട്ടതും പോരായ്മയായി തോന്നും. എൻ്റെ ജീവിതത്തിന് ഒരു വിലയില്ല അച്ഛോ. ആത്മീയതയിലേക്കും പൈങ്കിളി നന്മകളിലേക്കും മടങ്ങാൻ ക്ഷണിക്കപ്പെടുന്ന വ്യാജ സൃഷ്ടികൾക്കിടയിൽ ആത്മീയതയെയും ആസക്തിയെയും മികവോടെ വിശകലനം ചെയ്യാൻ ശ്രമിച്ച കന്യക ടാക്കീസ് കണ്ടറിയേണ്ട സിനിമയുമാണ്.